ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Urcreationsന്റെ രേഖാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ സൈഡായിട്ട് കഴിക്കുന്ന പൂരി ഭാജി ഇല്ലേ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിനെ പല പേരുകളായിട്ടാണ് അറിയപ്പെടുന്നത്. പൂരി മസാല, പൂരി ഭാജി, മസാലക്കറി എന്നൊക്കെ വിളിക്കും. ഇത് ചപ്പാത്തിക്കും നെയ് റോസ്റ്റിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും കൂടി വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണമെന്ന് നോക്കി വന്നാലോ. ഭാജി അല്ലെങ്കിൽ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കിട്ടിയാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടിയും ചേർക്കാം. ഞാനിവിടെ ഒരു 5 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി. ഇതൊക്കെ കൂടി മൂത്ത് കിട്ടിയാൽ ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു 5 സവാള നീളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴന്നു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മസാല തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സവാള ബ്രൗൺ കളറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 തക്കാളി നീളത്തിൽ നുറുക്കി വെച്ചതാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഈ തക്കാളി ഇതുപോലെ ഇട്ട് ഇളക്കിയാൽ നമുക്ക് അധികം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല. അത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കുകയാണ്. ഇത് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിനി ഒന്ന് തുറന്ന് നോക്കുകയാണ്. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓവറായിട്ട് കുക്ക് ചെയ്ത് കിട്ടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ പൊടികളായിട്ട് ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടുതൽ ഇട്ടാൽ മതി. അതല്ലാതെ നമ്മൾ ഇനി എരിവിനുള്ള ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് ചേർക്കേണ്ടത് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഒരു 3 എണ്ണം നന്നായിട്ട് വേവിച്ചെടുത്ത് ഉടച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൊലി കളഞ്ഞ് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്, അതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. ഇത് നന്നായിട്ട് തിക്കാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിക്കായി കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള മല്ലിയിലയോ അങ്ങനെ എന്താണെങ്കിലും കറിവേപ്പിലയോ എന്താ ഇഷ്ടമുള്ള വെച്ചെങ്കിൽ അത് വെതറി കൊടുക്കാം. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതല്ലേ, അതുകൊണ്ട് ഉപ്പ് കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തു. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. ഇതൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഭാജി തിക്കായിട്ട് വന്നു തുടങ്ങിയിട്ട് ഈ സമയത്ത് നമ്മൾ മല്ലിയില ചേർക്കാം. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിൻ്റെ തിക്നെസ്സും ഒരുപാട് തിക്കാക്കണ്ട, കാരണം ഇത് ഇരുന്നാൽ കുറച്ചും കൂടിയും കട്ടയാവും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പൂരി ഭാജി അല്ലെങ്കിൽ മസാലക്കറി ഞാനിവിടെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഒരുപാട് കട്ടിയായിട്ട് വേണ്ടെങ്കിൽ അപ്പോൾ വെള്ളം കുറച്ചുള്ള സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് വേണ്ടതെങ്കിൽ അതുപോലെ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു അടിപൊളി വിഭവവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.